ഹലോ, നമ്മൾ സൗണ്ട് അഥവാ ശബ്ദത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് അഥവാ ശബ്ദ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാം. പിച്ച് ആൻഡ് ലൗഡ്നെസ്, സ്ഥായിയും ഉച്ചതയും. അതായത് ഒരു മെയിലിൻ്റെ വോയിസും ഒരു പുരുഷൻ്റെ വോയിസും സ്ത്രീയുടെ വോയിസും ശബ്ദവും തമ്മിൽ എന്തുണ്ട്? നല്ല വ്യത്യാസമുണ്ട് ഇല്ലേ. ഇപ്പോൾ ഒരു പുരുഷൻ പാട്ട് പാടുമ്പോഴും സ്ത്രീ പാട്ട് പാടുമ്പോഴും ഉണ്ടാകുന്ന ശബ്ദം നല്ല വ്യത്യാസമുണ്ട്. എന്താണ്? ഫീമെയിൽസിൻ്റെ വോയിസ് ഒന്നും കൂടിയും ഷാർപ്നെസ് ഉള്ള വോയിസ് ആയിരിക്കും, കൂർമത കൂടിയ ശബ്ദമായിരിക്കും ഫീമെയിൽസിന് ഉണ്ടാവുക, സ്ത്രീകൾക്ക് ഉണ്ടാവുക. പുരുഷൻ്റെത് സ്ത്രീകളെ അപേക്ഷിച്ച് എന്തായിരിക്കും? ഷാർപ്നെസ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. പുരുഷന്മാരുടെ സൗണ്ട് ഒന്നുകൂടെ ഗാംഭീര്യമുള്ള സൗണ്ടായിരിക്കും, ബാസ് കൂടുതലുള്ള സൗണ്ടായിരിക്കും. പക്ഷെ സ്ത്രീകളുടെ വോയിസ് എന്ന് പറയുന്നത് ഷാർപ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ കൂർമത കൂടുതലുള്ള വോയിസ്, ഷാർപ്നെസ് കൂടുതൽ വോയിസിൽ ആർക്കാണുള്ളത്? ഫീമെയിൽസിനാണുള്ളത്. ദ ഷാർപ്നെസ് ഓഫ് എ സൗണ്ട് ഹിയേർഡ് ഈസ് ദ പിച്ച്. പിച്ച് എന്ന് പറയുന്നത് അതാണ്. എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിലുള്ള കൂർമതയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കേൾക്കുന്ന ശബ്ദത്തിലുള്ള കൂർമതയെ നമ്മൾ സ്ഥായി എന്ന് പറയും, പിച്ച് എന്ന് പറയും. അപ്പോൾ ഇവിടെ പിച്ച് ആർക്കാണ് കൂടുതലുള്ളത്? ഫീമെയിൽസിൻ്റെ വോയിസിനാണ് പിച്ച് കൂടുതലുള്ളത്. ഓക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഈ പിച്ച് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതെന്താവും? ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കും. ഓക്കെ. ഇപ്പോൾ പിച്ച് കൂടുതലുള്ള വോയിസ് ഫീമെയിൽസിനാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫീമെയിൽസിൻ്റെ വോയിസിനാണ് എന്തുള്ളത്? ഫ്രീക്വൻസി കൂടുതലുള്ളത്. മെയിൽസിൻ്റെ വോയിസിനെ അപേക്ഷിച്ച് ഫീമെയിൽസിൻ്റെ വോയിസിനാണ് എന്തുള്ളത്? പിച്ച് കൂടുതലുള്ളത്, ഫ്രീക്വൻസി കൂടുതലുള്ളത്. പിച്ച് കൂടുമ്പോൾ എന്താണ്? ഫ്രീക്വൻസിയും കൂടും. ഫീമെയിൽ വോയിസസ് ഹാവ് എ ഹയർ പിച്ച് ദാൻ മെയിൽ വോയിസസ്. വെൻ ദ പിച്ച് ഓഫ് എ സൗണ്ട് ഇൻക്രീസസ്, പിച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? സ്ഥായി കൂടുമ്പോൾ ഫ്രീക്വൻസിയും കൂടും, ആവൃത്തിയും കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഫീമെയിൽസിൻ്റെ വോയിസിനാണ് പിച്ച് കൂടുതൽ, അപ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ള സൗണ്ട് ആർക്കാണ്? ഫീമെയിൽസിന് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ ആണോ? ഇനി നമ്മളിവിടെ ഉണ്ട് സൗണ്ട് പെയേഴ്സ്, ശബ്ദ ജോഡികൾ. മെയിൽ വോയിസ് ഉണ്ട്, ഫീമെയിൽ വോയിസ് ഉണ്ട്. ഇതിൽ ഹൈ പിച്ച് ആർക്കാണ്? ഹൈ പിച്ച് ഉള്ളത് നമ്മൾ പറഞ്ഞു ഫീമെയിൽ വോയിസിനാണ് ഹൈ പിച്ച്. ഫീമെയിൽ വോയിസ് ആണ് ഷാർപ്നെസ് കൂടുതലുള്ളത്, കൂർമത കൂടുതലുള്ള വോയിസ് ആണ് പിച്ച് കൂടുതലുള്ളത്. അപ്പോൾ ഫീമെയിൽ വോയിസിനാണ് ഹൈ പിച്ച്. ലോ പിച്ച് ആർക്കാണ്? മെയിൽ വോയിസിനാണ്. ഇനിയിപ്പോൾ ഒരു കുക്കൂസ് ക്രൈയും ലയൺസ് റോറും എടുക്കുകയാണെങ്കിൽ ആരുടേതാണ് ഹൈ പിച്ചുള്ളത്? ഇപ്പോൾ കുക്കൂസ് ക്രൈക്കായിരിക്കും, അതായത് കുയിൽ ശബ്ദം, കുയിൽ നാദം എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ അതാണ് ഒന്നും കൂടി ഷാർപ്പായിരിക്കും, നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് കയറുന്നതായിരിക്കും ഒരു സൗണ്ടാണ് കുയിലിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പിച്ച് ആർക്കാണ്? കുക്കൂസ് ക്രൈക്കാണ്. പിന്നെ സിംഹത്തിൻ്റെ അലറലാണ്, അതിങ്ങനെ അലറുകയാണല്ലേ ചെയ്യുക, അപ്പോൾ അതിന് ഷാർപ്നെസ് കുറവായിരിക്കും, കൂർമത കുറവായിരിക്കും. അപ്പോൾ ലോ പിച്ച് ആർക്കാണ്? ലയൺസ് റോറാണ്. സിംഹത്തിൻ്റെ അലറലിനാണ് ലോ പിച്ച് വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഈ ചെണ്ടയിൽ ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കും. ഇപ്പോൾ നമ്മൾ മെല്ലെ ഒരു തട്ടിയാൽ എന്താണ്? മെല്ലെ ഒന്ന് അടിച്ചാൽ നമുക്ക് ചെറിയൊരു സൗണ്ടാണ് കേൾക്കാൻ പറ്റുക അല്ലേ. ഓൺ ബീറ്റിംഗ് ലൈറ്റ്ലി, പതുക്കെ നമ്മൾ തട്ടുമ്പോൾ നമുക്ക് എന്താവും? ചെറിയ സൗണ്ടാണ് കേൾക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ് ഇങ്ങനെ ഇതൊന്ന് ഇങ്ങനെ തട്ടി, അപ്പോൾ ഇങ്ങനെയൊന്ന് വൈബ്രേറ്റ് ചെയ്തു, ഇങ്ങോട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്തു, ഇങ്ങോട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്തു, അപ്പോഴാണ് നമുക്ക് ആ സൗണ്ട് കേൾക്കുന്നത്. ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ഇങ്ങോട്ടുള്ള വൈബ്രേഷൻ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ആയതി എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ മെല്ലെ തട്ടിയപ്പോൾ നമുക്ക് എന്താണ്? ആയതി കുറവാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും ഇത്ര ആയതി വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയൊരു വോയിസ് ആണ് കേൾക്കാൻ പറ്റുക. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട്, അതായത് കുറച്ചും കൂടെ വലുതായിട്ടൊന്ന് അടിച്ചാൽ, ഹാർഡായിട്ട് അടിച്ചാൽ ഹാർഡായിട്ട് അടിച്ചാൽ നമുക്ക് എന്താവും? ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഈ ഒരു ആയതി കൂടും. അപ്പോൾ എന്താണ്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന വോയിസിൻ്റെ ഉച്ചതയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. മെല്ലെ തട്ടുമ്പോഴുള്ള ശബ്ദത്തിനേക്കാൾ കൂടുതൽ ശബ്ദം ഉണ്ടാവുമല്ലോ നമ്മൾ ഉറക്കെ അടിക്കുമ്പം ഇല്ലേ. നമുക്ക് നോക്കാം. ഇൻ വിച്ച് കണ്ടെക്സ്റ്റ് വുഡ് ദ സൗണ്ട് ഹാവ് ദി മാക്സിമം ലൗഡ്നെസ്. ഏത് സന്ദർഭത്തിലാണ് ഉച്ചത കൂടിയ ശബ്ദം ഉണ്ടാവുക? നമ്മൾ ഉറക്കെ കൊട്ടുമ്പോഴല്ലേ നമുക്ക് എന്തുണ്ടാവുന്നത്? ശക്തമായി കൊട്ടുമ്പോഴാണ് ഉറക്കെ കൊട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേൾക്കാൻ പറ്റുക. പതുക്കെ തട്ടുമ്പോൾ മെല്ലെ ഒരു സൗണ്ടല്ലേ കേൾക്കുള്ളൂ. ഇൻ വിച്ച് കണ്ടെക്സ്റ്റ് വുഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ബി മോർ. ഏത് സന്ദർഭത്തിലാണ് കമ്പന ആയതി കൂടുതൽ അഥവാ ഈ ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ? ഇങ്ങനെ ഒരു വൈബ്രേഷൻ്റെ ഇതുണ്ടല്ലോ, ഈ അളവുണ്ടല്ലോ, ഈ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അളവ് എപ്പോഴായിരിക്കും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണ്? നമ്മുടെ ഉറക്കെ തട്ടുമ്പോൾ ഇത്രയും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ മെല്ലെ തട്ടുമ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ, ഇത്ര വൈബ്രേഷനെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആയതി എപ്പോഴാണ് കൂടുതൽ? ശക്തമായി കൊട്ടുമ്പോഴാണ്
ഓൺ ബീറ്റിംഗ് ഹാർഡർ ആകുമ്പോഴാണ് എന്ത് അയോഡിൻ കൂടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ചെണ്ട നമ്മൾ എന്താണ് പതുക്കെ തട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു സൗണ്ടാണ് കേൾക്കാൻ പറ്റുക. ഇനി ഒന്നും കൂടെ ശക്തമായിട്ട് തട്ടിയാൽ നമുക്ക് എന്താവും കുറച്ചും കൂടെ വലുതായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോൾ ഒരു സ്വകാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പതുക്കെയാണ് സംസാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കേൾക്കുന്ന സൗണ്ടിൻ്റെ ആ ഒരു ഉച്ചത ഉണ്ടാവില്ല, നമുക്ക് അത്ര ഒച്ചത്തിൽ കേൾക്കാൻ വേണ്ടി പറ്റില്ല. ഇനി നമ്മൾ വലുതായിട്ട് എന്തെങ്കിലും ശബ്ദം ഇടുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ശബ്ദം കുറച്ച് കൂടുതൽ ഉച്ചത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ലൗഡ്നെസ് എന്ന് പറയണത്. ഓക്കെ, ഇതാണ് ലൗഡ്നെസ്. ലൗഡ്നെസ് ഈസ് ദ മെഷർ ഓഫ് ഓഡിബിലിറ്റി ഓഫ് എ പേഴ്സൺ. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. അതായത് എത്ര ശബ്ദത്തിൽ നമുക്ക് കേട്ടു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉച്ചത എന്ന് പറയുന്നത് അഥവാ ലൗഡ്നെസ് എന്ന് പറയുന്നത്. ദിസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആൻഡ് ദി സെൻസറി എബിലിറ്റി ഓഫ് ഇയർ. ഇതെന്തൊക്കെ അനുസരിച്ചിരിക്കും, ഒന്ന് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു, എത്ര അളവിൽ വൈബ്രേറ്റ് ചെയ്തു എന്നും അത് നോക്കും. മാത്രമല്ല നമ്മുടെ ചെവിയുടെ ഗ്രാഹ്യ ശക്തിയെ എന്തായിരിക്കും ആശ്രയിച്ചിരിക്കും അല്ലേ. ഇനി ദിസ് യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് ഈസ് ഡെസിബൽ. ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്, ഡെസിബൽ ആണ്. dB എന്ന് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് മെഷേർഡ് യൂസിങ് എ ഡിവൈസ് നെയ്മഡ് ഡെസിബൽ മീറ്റർ. ഈ ഒരു ലൗഡ്നെസ് ഉണ്ടല്ലോ, ഈ ഒരു ഉച്ചതയെ നമുക്ക് ഡെസിബൽ മീറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, അളന്ന് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിച്ചും ലൗഡ്നെസ്സും ഓക്കെ അല്ലേ, അഥവാ സ്ഥായിയും ഉച്ചതയും ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് ഇതാ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, ശബ്ദപ്രേഷണം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇപ്പോൾ സ്പേസിലുള്ള ആസ്ട്രോണറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ബഹിരാകാശ സഞ്ചാരികളൊക്കെ അവർ നേരിട്ടല്ല സംസാരിക്കുക, നമ്മൾ സംസാരിക്കുന്ന പോലെ നേരിട്ടല്ല സംസാരിക്കുക. അവരെന്തെങ്കിലും റേഡിയോ ഡിവൈസസ് വെച്ചായിരിക്കും അഥവാ റേഡിയോ സംവിധാനം വെച്ചായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാണ്, കാരണം എന്താണ്, സ്പേസിൽ എയർ ഒന്നും ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞു ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം, ഒരു മീഡിയം അത്യാവശ്യമാണെന്ന് പറഞ്ഞു, നിർബന്ധമാണ്. പക്ഷേ സ്പേസിൽ നമുക്ക് എന്തില്ല, വായുവില്ല. അപ്പം അവിടെ ശബ്ദത്തിന് നേരിട്ട് സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ദർ ഈസ് നോ എയർ ഓൺ സ്പേസ് ഫോർ സൗണ്ട് പ്രൊപ്പഗേഷൻ. ശബ്ദത്തിന് പ്രേഷണം ചെയ്യാൻ വേണ്ടി അവിടെ എന്തില്ല, സ്പേസിൽ വായുവില്ല. അതുകൊണ്ട് തന്നെ അവർ റേഡിയോ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നു. മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് ടു ട്രാവൽ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്ലാസ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അത് ഇങ്ങനെയുള്ള ഒരു കോർക്ക് വെച്ചിട്ട് അഥവാ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു കയറിൽ ഒരു ബെല്ല് തൂക്കിയിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ നമുക്ക് ഈ ബെല്ലിൻ്റെ ഈ മണിശബ്ദം ഇങ്ങനെ നമ്മൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇനി നമ്മൾ ഈ ഒരു കോർക്ക് ഊരിയതിൻ്റെ ശേഷം അതിലുള്ള വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നീരാവി നിറക്കുക. എന്നിട്ട് ഈ കോർക്ക് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലയിലൂടെ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതിലുള്ള നീരാവി ഘനീകരിച്ച്, അഥവാ നമ്മളതിൽ നീരാവി നിറച്ചല്ലോ, സ്റ്റീം നിറച്ചല്ലോ തിളപ്പിച്ച്, അത് നീരാവി ഘനീകരിച്ച് ജലമായിട്ട് മാറും. അപ്പോൾ അതിലുള്ള വായു കുറയും. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ട് അടക്കുമ്പോൾ നമ്മൾ അത് കുലുക്കി നോക്കുമ്പോൾ എന്തായിരിക്കും, ശബ്ദം കുറവായിരിക്കും നമുക്ക് കേൾക്കുന്നത്. ആദ്യത്തേതിൻ്റെ അത്രയും ശബ്ദം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിലുള്ള ഒരു എയർ മുഴുവനായിട്ട് പോക്കിയാൽ നമുക്ക് സൗണ്ട് ഒട്ടും കേൾക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എയർ വേണം, എന്തെങ്കിലും ഒരു മീഡിയം വേണമല്ലേ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എയർ ഒന്നും ഇല്ലാത്തടത്ത് എന്തുണ്ടാവില്ല, സൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സ്പേസിൽ എയർ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അവർ സംസാരിക്കുമ്പോൾ റേഡിയോ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഡെസ്കിൻ്റെ ഒരറ്റത്ത് ചെവി വെക്കുക, മറ്റേ അറ്റത്ത് ഒരാളോട് ഇങ്ങനെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അപ്പം നമ്മുടെ ആ ചെവിയിലൂടെ നമ്മൾ ഒരു സൈഡിൽ നമ്മളെ ചെവി വെച്ചല്ലോ, ആ ചെവിയിലൂടെ നമുക്ക് എന്താക്കാം, ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റും. ഈ ഡെസ്കിൻ്റെ ഈ ഭാഗത്ത് നിന്നുള്ള സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ശബ്ദം എയറിലൂടെ മാത്രമല്ല, ഇതൊരു ഖരമാണല്ലേ, ഇതൊരു സോളിഡാണ്. ഡെസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു സോളിഡാണ്, ഖരവസ്തുവാണ്. അപ്പോൾ അതിലൂടെയും ശബ്ദം സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മളൊരു വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു പാത്രത്തിൽ സ്പൂൺ വെച്ച് തട്ടിക്കൊടുത്താൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ജലം എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിക്വിഡ് അല്ലേ. ആ ലിക്വിഡിൽ നമുക്ക്
സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ലിക്വിഡിലും സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ശബ്ദപ്രേഷണം എന്താണ്? ലിക്വിഡിലും സാധ്യമാണ്. അതുപോലെ ഇതൊരു ഖരമാണ്, സോളിഡാണ്. ഇതിലും എന്താണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞത്? സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് നോട്ട് ഓൺലി ത്രൂ എയർ ബട്ട് ഓൾസോ ത്രൂ അതർ മെറ്റീരിയൽസ്. സൗണ്ട് എയറിലൂടെ മാത്രമല്ല ആണോ, മറ്റു അതർ മെറ്റീരിയൽസ്, മറ്റു വസ്തുക്കളിലൂടെയും എന്താണ്? ശബ്ദം സഞ്ചരിക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞു ഈ ഡെസ്കിൽ തട്ടിയപ്പോൾ ഇതിലൂടെ ശബ്ദം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്നും നമുക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ സൗണ്ട് ഇതിലൊക്കെ ഖരങ്ങളിലും ലിക്വിഡ്സിലും ഗ്യാസസിലും, ഖരങ്ങളിലും എന്താണ്? സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും ഇതിലെല്ലാം എന്തുണ്ട്? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ഇതിലൂടെ എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് സൗണ്ട് സഞ്ചരിക്കുക സോളിഡ്സിലായിരിക്കും. അതിനേക്കാളും കുറച്ച് ഫാസ്റ്റ് കുറവായിരിക്കും എന്ത്? ലിക്വിഡിൽ അഥവാ ദ്രാവകങ്ങളിൽ. വെള്ളം പോലെയുള്ള സോളിഡ്സിൻ്റെ അത്ര ഫാസ്റ്റായിട്ട് എന്ത്? സൗണ്ട് സഞ്ചരിക്കില്ല. ആൻഡ് സ്ലോവസ്റ്റ് ഇൻ ഗ്യാസസ്, അതിലും കുറവായിരിക്കും എന്ത്? ഗ്യാസസിലുള്ളത്. വാതകങ്ങളിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് അതിലും സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബ്ദത്തിന് എന്താണ്? സോളിഡ്സ്, ലിക്വിഡ്സിലൂടെയും ഗ്യാസസിലൂടെ, അതായത് ഖരങ്ങളിലൂടെയും ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെ ഒക്കെ സഞ്ചാരം സാധ്യമാണ് അല്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഓക്കെയാണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്ഥായി എന്ത്? പിച്ച് പറഞ്ഞു, ലൗഡ്നെസ് പറഞ്ഞു. പിന്നെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എയറിലൂടെ മാത്രമല്ല വേറെ മെറ്റീരിയൽസിലൂടെയും സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.